الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته واحد في أفعاله ليس كمثله شيء وهو السميع البصير يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين اتقوا الله عباد الله أوصيكم وإياي بتقوى الله. ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചുകൊണ്ടും അവിടത്തേക്ക് വഴിപ്പെടണം എന്നതാണ് അദ്ദേഹത്തോടുള്ള കടമകളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കടമ. ഹുഖൂഖുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അള്ളാഹു കഴിഞ്ഞാൽ പിന്നീട് നാം ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് ഖലീലുല്ലാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അത് അദ്ദേഹത്തോടുള്ള ഹഖിൽപ്പെട്ടതാണ്. സ്വന്തം ശരീരത്തെക്കാളും മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും മുഴുവൻ ജനത്തെക്കാളും എല്ലാറ്റിനേക്കാളും കൂടുതലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. കാരണം അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം എന്നത് അള്ളാഹു തആല നമ്മുടെ മേൽ നിർബന്ധമാക്കിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നത് അടിമകളുടെ മേൽ അള്ളാഹു നിർബന്ധമാക്കിയതാണ്. ഔദാര്യമല്ല, ഓശാരല്ല. നമ്മൾ പറയില്ലേ, അങ്ങനെയാണെങ്കിൽ നല്ലത് അല്ല, നിർബന്ധമാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹം കഴിഞ്ഞാൽ പിന്നീട് എന്റെയും നിങ്ങളുടെയും മേൽ നിർബന്ധമാകുന്ന സ്നേഹമാണ് അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹം. എന്താ തെളിവ്? 9-ാമത്തെ അധ്യായം സൂറത്തു അത്തൗബ 24-ാമത്തെ ആയത്ത്. ആ ആയത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയാൻ വേണ്ടി പറയുകയാണ്, ഖുൽ, നബിയെ അവിടുന്ന് പറഞ്ഞു കൊടുക്കുക, ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറതുക്കും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിൻ തർദൗനഹാ. നബിയെ പറയുക, നിങ്ങളുടെ പിതാക്കളും നിങ്ങളുടെ പുത്രന്മാരും നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുടെ ഇണകളും നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സ്വത്തുക്കളും മാന്ദ്യം നേരിടുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടങ്ങളും നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ പുരയിടങ്ങൾ, പാർപ്പിടങ്ങൾ, നിങ്ങളുടെ വീടുകളും അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലി. ഇതെല്ലാം നിങ്ങൾക്ക് അള്ളാഹുവെക്കാളും അവന്റെ റസൂലിനെക്കാളും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനെക്കാളും പ്രിയപ്പെട്ടതായിരുന്നാൽ
മാതാപിതാക്കൾ, പുത്രന്മാർ, സഹോദരങ്ങൾ, ഇണകൾ, ബന്ധുക്കൾ, സമ്പാദിച്ച സ്വത്തുക്കൾ, മാന്ദ്യം നേരിടുമെന്ന് ഭയപ്പെടുന്ന കച്ചവടം, തൃപ്തിപ്പെടുന്ന വീട്. 8 കാര്യങ്ങൾ അല്ലാഹു തആല എണ്ണി പറയണം. 8 കാര്യങ്ങൾ. ഇതെല്ലാം നിങ്ങൾക്ക് അല്ലാഹുവിനെക്കാളും അവന്റെ റസൂലിനെക്കാളും അവന്റെ മാർഗത്തിലുള്ള ജിഹാദിനെക്കാളും പ്രിയപ്പെട്ടതായിരുന്നാൽ ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരി, അല്ലാഹു അവന്റെ കൽപ്പന കൊണ്ടുവരുന്നത് വരെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുവിൻ. എന്താണ് ഈ അള്ളാന്റെ കൽപ്പന എന്ന് പറഞ്ഞാൽ? തഫ്സീറുകളിൽ കാണാം, അല്ലാഹുവിൽ നിന്നുള്ള ശിക്ഷയും നാശവും നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക എന്നാണ്. പ്രിയമുള്ളവരെ, അല്ലാഹുവിൽ നിന്നുള്ള ശിക്ഷയും അല്ലാഹുവിൽ നിന്നുള്ള നാശവും ലഭിക്കാൻ മാത്രം പ്രയാസകരമാകുന്ന വിഷയം എന്താണ്? അല്ലാഹുവിന്റെ റസൂലിനെക്കാളും ഈ പറഞ്ഞ വിഷയങ്ങൾക്ക് പരിഗണന നൽകിയാൽ, പ്രാധാന്യം നൽകിയാൽ, സ്നേഹിച്ചാൽ. അവിടെ ആലോചിച്ചൊക്കെ എത്ര ഗൗരവമുള്ള കാര്യം. എന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹു തആല തോന്നിവാസികളായ, തമ്മാടികളായ, ഫാസിഖുകളായ ജനതയെ നേർവഴിയിലാക്കുക. ഇവിടെ ഏറ്റവും പ്രധാനം എന്താണ്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഏറ്റവും പ്രധാനം എന്താണ്? അല്ലാഹുവാണ്. എന്നിലേക്കും നിങ്ങളിലേക്ക് ഏറ്റവും പ്രധാനമായത് അല്ലാഹുവാണ്. പിന്നെ ആരാണ്? അവന്റെ ഖലീലായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മളൊരു സൂചന പറഞ്ഞിരുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം എന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ, ആശയ, ആദർശങ്ങൾ സ്വീകരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. എന്താ ദലീൽ? 33-ാമത്തെ അധ്യായം സൂറത്ത് അഹ്സാബിന്റെ 6-ാമത്തെ വാചകത്തിൽ അല്ലാഹു തആല പറയുന്നു, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യവിശ്വാസികൾക്ക് സ്വന്തം ശരീരത്തെക്കാളും അടുത്ത ആളാകുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നുണ്ട്. മുത്തഫഖുൻ അലൈഹി ആയ ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിവായത്ത്, അന ഔലാ ബികുല്ലി മുഅ്മിനിൻ മിൻ നഫ്സിഹി. ഞാനാണ് ഓരോ സത്യവിശ്വാസികൾക്കും അവന്റെ ശരീരത്തെക്കാളും ഏറ്റവും പ്രാധാന്യമുള്ളവൻ. അന ഔല, ഔലവിയത്ത് എനിക്കാകണം എന്നാണ്. മുസ്ലിമേ, നിനക്ക് നിന്നെക്കാളും നീ പരിഗണിക്കേണ്ടത് നിന്റെ റസൂലിനെയാണ് എന്ന് വീണ്ടും കാണാം. സ്വഹീഹ് മുസ്ലിമിലെ 867-ാമത്തെ നമ്പർ ഹദീസായി ഉദ്ധരിക്കുന്നിടത്ത് കാണാം, അന ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അന ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഓരോ വിശ്വാസിക്കും അവനെക്കാളും അവൻ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്, ഔലവിയത്ത്, പ്രാഥമികത്വം കൽപ്പിക്കേണ്ടത് എനിക്കാകുന്നു എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് കൽപ്പിച്ചു നബിക്കാണ്, റസൂലുള്ളാഹിയും കൽപ്പിച്ചു നബിക്കാണ്. അപ്പൊ ശരിക്കും എല്ലാറ്റിനേക്കാളും നമ്മൾ പ്രാധാന്യത്തോടു കൂടി കാണേണ്ടത് അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഖലീലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. മക്കളെ, നമ്മൾ ശരിക്കും ഗൗരവത്തിൽ കണ്ട വിഷയമാണ്. എന്തുകൊണ്ടാണെന്നറിയോ? ഒരാളെ വിശ്വാസി എന്ന് പറയണമെങ്കിൽ പോലും, ഒരാളിൽ ഈമാൻ ഉണ്ട് എന്ന് പറയണമെങ്കിൽ പോലും അയാളിൽ ഉണ്ടാകേണ്ട പ്രത്യക്ഷമായ ഒരു അടയാളമാണ് അയാൾക്ക് ഹുബ്ബുർ റസൂൽ ഉണ്ടാകണമെന്നത്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഒരു അധ്യായമായി കൊടുക്കുന്നത് തന്നെ ഇപ്രകാരമാണ്, ബാബു ഹുബ്ബുർ റസൂലി മിനൽ ഈമാൻ. റസൂലിനോടുള്ള സ്നേഹം അത് ഈമാനിൽ പെട്ടതാണ് എന്നാണ്. എന്നിട്ട് ഹദീസുകളെമ്പാടും ഇമാം ബുഖാരി കൊടുക്കുന്നത് കാണാൻ പറ്റും. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ ഹദീസ് നമ്പർ 15, ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ ഹദീസ് നമ്പർ 44. എന്താ ഹദീസ്? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും തന്നെ മുഅ്മിനാവുകയില്ല. എപ്പോഴാണ് ഒരാൾ മുഅ്മിനാവുക? അയാൾ എത്രത്തോളം അയാളുടെ സ്വന്തത്തെക്കാൾ, പിതാവിനേക്കാൾ, മക്കളെക്കാൾ, സർവസ്വത്തെക്കാൾ എന്നെ സ്നേഹിക്കുന്നതുവരെ അയാൾ മുഅ്മിനാവൂല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാറ്റിനേക്കാളും ഹുബ്ബുണ്ടാകേണ്ടത് അല്ലാഹ് കഴിഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അതാണ് ശരിക്ക് ഈമാനിന്റെ പൂർണ്ണത എന്നാണ്. ഈമാനിന്റെ പൂർണ്ണത എന്നാണ്. കൂടാതെ ഒരാളിൽ ഈമാനിന്റെ ഹലാവത്ത്, മാധുര്യം ഉണ്ട് എന്നറിയാൻ ഹൽവ മധുരമുള്ളതെന്നാണ്. നമ്മൾ പലപ്പോഴും മധുരം കഴിക്കും. എന്തിന്റെ പേരിലൊക്കെ കഴിക്കും? ആഘോഷങ്ങളുടെ മറവിൽ.
ആഹ്ലാദങ്ങളുടെ മറവിൽ, പലതിന്റെ മറവിൽ നമ്മൾ മധുരം കഴിക്കുന്നവരാണ്. അത് ഹലാലോ ഹറാമോ എന്ന് പോലും നോക്കാതെ. ഇതന്ന് ഈ പള്ളിയിലേക്ക് കടന്നു വരുന്ന വഴികളിൽ പല സ്കൂളിന്റെ മുന്നിലും മുസ്ലിം നാമധാരികളായ ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളും പ്രത്യേകമായ വേഷം ധരിച്ച് പ്രത്യേകമായ കോലം കെട്ടി എന്തോ അവരുടെ മതത്തിൽ ഈമാൻ കാര്യങ്ങളിൽ 6ൽ 1 എണ്ണിയതുപോലെ അവർ അഭിനയിക്കുന്ന ഒരു ആഘോഷമുണ്ടായിരുന്നു. ആ ആഘോഷത്തിനും പായസം കുടിച്ചവരാണ് പല കുട്ടികളും. നഊദുബില്ലാ. അവന്റെ ആഹ്ലാദം എന്തായിരിക്കും ആലോചിക്കുക. ഈമാൻ കാര്യത്തിൽ 6 എന്തായാലും ഇതില്ല നമുക്കൊക്കെ അറിയാം. പക്ഷെ ഈമാൻ കാര്യത്തിൽ 1 തോന്നിപ്പോകുന്ന രീതിയിൽ ഇത് നടത്തിയിട്ടില്ലെങ്കിൽ ഈ രാജ്യത്ത് ജീവിക്കാൻ അവകാശമില്ലാത്തവരെ പോലെയാണ് എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ, ഇതെങ്ങനെ നടത്തിയിട്ടില്ലെങ്കിൽ ഞാനൊരു മുസ്ലിമെ തന്നെ ആവൂല, ഇസ്ലാം എന്ന് പുറത്തു പോകുമോ എന്ന് തോന്നുമാറുള്ള രീതിയിൽ ആണും പെണ്ണും ടീച്ചർമാരും അധ്യാപകരും രക്ഷിതാക്കളും മുഴുവനും ഈ തനിച്ച ശിർക്കിൽ നഊദുബില്ലാ ബഹുദൈവത്വ വിശ്വാസത്തിൽ അണിചേരുന്നവരാണ്. ചെണ്ട കൊട്ടിയും ആഹ്ലാദിച്ചും വസ്ത്രം മാറിയും. പെരുന്നാളിന് പോലും ഒരു നല്ല വസ്ത്രം എടുക്കാൻ താല്പര്യമില്ലാത്തവര് പോലും ഈ ഹറാമിൽ വസ്ത്രം ധരിക്കുന്ന നമ്മൾ കാണാൻ. നഊദുബില്ലാ. ഞാൻ പറഞ്ഞത് പലതിന്റെ പേരിലും മധുരം കഴിക്കുന്നവരാണ്. നമ്മുടെ മധുരം തറിയത് ഖൽബിന് കിട്ടേണ്ട മധുരാണ്. എന്താ മധുരം അറിയോ? ഹുബ്ബുർ റസൂൽ, ഹലാവത്തുൽ ഈമാൻ. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഇല്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ. 3 കാര്യങ്ങൾ ഏതൊരുത്തനിലുണ്ടോ അവനിൽ ഈമാനിന്റെ മാധുര്യം എത്തിയിരിക്കുന്നു എന്നാണ്. എന്നിട്ട് ഒന്നാമത്തേത് എന്താണ്? മൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവും അവന്റെ റസൂലും അവന് മറ്റുള്ളവരെക്കാൾ ഏറ്റവും സ്നേഹമുള്ളവരായി തീരുക. എന്താണ് ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത്? അല്ലാഹുവോട് അങ്ങേറ്റത്തെ ഹുബ്ബ് ഉണ്ടാകണമെന്നാണ്. ഞാൻ ആ ഭാഗം വിശദീകരിക്കല്ല. രണ്ടാമത്തെ ഭാഗം മുഹമ്മദ് നബിയോട് ഹുബ്ബ് ഉണ്ടാകണമെന്നതാണ്. അതിനെ വിശദീകരിക്കുന്നിടത്ത് ശാരിഹീങ്ങൾ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത് അല്ലാഹുവിനോടുള്ള സ്നേഹത്തിന്റെ താഴെയാണ്, അതിനെ തൊട്ട് താഴെയാണ്, അതിനെ തുടർന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമെന്ന് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. അല്ലാഹുവിനോടുള്ള അനുസരണം പോലെ തന്നെ റസൂലിനെയും അനുസരിക്കേണ്ടതുണ്ട്. അവിടുത്തെ കൽപ്പനകളിലും അവിടുത്തെ വിലക്കുകളിലും പിന്തുടരുന്നതാണ് ഈ സ്നേഹം. നബി പറഞ്ഞു വേണ്ട എങ്കിൽ എനിക്ക് വേണ്ട, നബി പറഞ്ഞു വേണം എങ്കിൽ അതെനിക്ക് വേണം. അതാണ് ശരിക്കും സ്നേഹം. ഇനിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം ഓരോ മുസ്ലിമിന്റെയും ഹൃദയത്തിൽ സ്വന്തത്തോടുള്ള സ്നേഹത്തെക്കാളും വലുതായിരിക്കണം. ഉമ്മ, ബാപ്പ, ഇണകൾ, മക്കൾ, നാട്ടുകാർ, സുഹൃത്തുക്കൾ എല്ലാറ്റിനേക്കാളും അയാൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവനാകണം. എങ്കിൽ അയാൾക്ക് ഈമാനിന്റെ മാധുര്യമുണ്ട്. ഇല്ലെങ്കിൽ ബാക്കി നിങ്ങൾക്ക് മനസ്സിലാവൂല്ലോ. ഇല്ലെങ്കിൽ എന്തുണ്ടാകുന്നത്? സുബ്ഹാനല്ലാഹ്. ഇവിടെ ഒന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഉണ്ടോ എന്നുള്ളതാണ്. ഞാൻ ഒന്നും കൂടി അടിവരടാം, എന്റെ വകയല്ല. പ്രിയമുള്ള മുസ്ലിമേ, ഈമാൻ പൂർത്തിയാക്കാൻ, എനിക്കും നിങ്ങൾക്കും ഈമാനുണ്ടെന്ന് അടയാളപ്പെടുത്താൻ, ഞാനും നിങ്ങൾ ഈമാനുള്ളവരാണെന്ന് ബോധ്യമാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചേ മതിയാകൂ. എങ്ങനെ സ്നേഹിക്കണം? സ്വന്തത്തെക്കാളും നബിക്കാകണം പ്രാധാന്യം. ഒരിക്കൽ മഹാനായ ഖലീഫത്തുർ റസൂൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ ശറഫാക്കപ്പെട്ട കൈ പിടിച്ചു. എന്താണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കൈയിന്റെ പ്രത്യേകത എന്നറിയോ? സഹാബത്ത് പറയും, ഞങ്ങൾ അത്രത്തോളം മൃദുലതയുള്ള ഒരു പട്ടും ഞങ്ങൾ സ്പർശിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ കൈയോട് തുലനം ചെയ്യാവുന്ന ഒരു പട്ടിനെയും ഞങ്ങൾ സ്പർശിച്ചിട്ടില്ല. അത്ര സോഫ്റ്റായ, സൗന്ദര്യമുള്ള, സുഗന്ധമുള്ള ആ കൈ പിടിച്ചിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. എന്റെ ശരീരം ഒഴികെ എനിക്ക് എല്ലാറ്റിനേക്കാളും എല്ലാ വസ്തുക്കളെക്കാളും തീർച്ചയായും പ്രിയപ്പെട്ടത് അവിടുന്നാണ് റസൂലേ. ഫഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് എന്റെ നഫ്സ് കഴിഞ്ഞാൽ പിന്നെ എല്ലാറ്റിനേക്കാളും നിങ്ങളാണ് ഇഷ്ടം എന്ന് പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടത്തോട് നബി പറയണില്ല, ഇല്ല ഉമറെ, പറ്റില്ല.
വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവാരുടെ കയ്യിലാണോ ആ റബ്ബാണ് സത്യം. ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക, താങ്കൾക്ക് എന്നെ താങ്കളെ ശരീരത്തെക്കാളേറെ, എന്നെ താങ്കളെക്കാളേറെ താങ്കൾ സ്നേഹിക്കുന്നത് വരേക്കും ആവില്ല ഉമറെ. എന്താവില്ല എന്ന്? ഉമറും ഫിൽ ജന്ന, സ്വർഗത്തിലാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഉമറിനോട് നബി പറയാ, ഈമാൻ പൂർത്തിയാവൂല ഉമറെ എന്നാണ്. ഫഖാല ലഹു ഉമർ, ഉമർ ഖത്താബ് റളിയല്ലാഹു മറുപടി പറഞ്ഞെന്തറിയോ? ഫഇന്നഹുൽ ആൻ വല്ലാഹി ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, തീർച്ചയായും ഇനി അല്ലാഹുവാണേ എന്റെ ശരീരത്തെക്കാൾ എനിക്ക് പ്രിയപ്പെട്ടത് അവിടുന്നാണ് റസൂലേ എന്നാണ്. അവിടെ ആലോചിച്ചോക്കെ, എന്റെ നിങ്ങളെയും കൈപിടിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞതെങ്കിൽ നെവർ. എന്തായാലും നമുക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. അള്ളാഹു സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആ കൈ പിടിച്ചിട്ട് നമ്മളോട് പറഞ്ഞേക്കണമെങ്കിൽ നമുക്കൊരു 100 ന്യായങ്ങളുണ്ടാകും. 100 ന്യായങ്ങൾ. ഞാൻ ജീവിക്കുന്നത് റസൂലെ ഇന്ത്യ രാജ്യത്താണ്, ഞാൻ ജീവിക്കുന്ന റസൂലെ കേരളത്തിലാണ്, ഞാൻ ജീവിക്കുന്ന റസൂലെ മതേതരത്വം വിളമ്പുന്ന നാട്ടിലാണ്, ഞാൻ ജീവിക്കുന്ന റസൂലെ കൂട്ടുകുടുംബങ്ങൾക്കിടയിലാണ്, ഞാൻ ജീവിക്കുന്ന റസൂലെ ഇന്ന ബിസിനസ്സുമായിട്ടാണ് ഞാൻ ജീവിക്കുന്ന റസൂൽ. നമുക്ക് 100 ന്യായം ഉണ്ടാവും. ന്യായീകരണ തൊഴിലാളികളാണ് പലപ്പോഴും കേരളത്തിലെ മുസ്ലിങ്ങൾ ആളുകൾ. ഓൻ ചെയ്യണ തിന്മ ന്യായീകരിക്കും. അത് അള്ളാഹ്ക്കെതിരായാലും സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരായാലും. എന്നാ ഉമർ ഖത്താബ് പറഞ്ഞ വാക്കതറിയോ? ഫഖാല വല്ലാഹി ഫഇന്നഹുൽ ആൻ വല്ലാഹി ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. ഈ നിമിഷം മുതൽ, നാളെയല്ല മറ്റന്നല്ല, ഞാൻ വീട്ടിൽ പോയിട്ട് പെണ്ണുങ്ങളോട് ചോദിച്ചിട്ട് വരാന്നല്ല, ഈ നിമിഷം മുതൽ അവിടുന്നാണ് നബിയെ എനിക്ക് എല്ലാറ്റിനേക്കാളും പ്രിയപ്പെട്ടവെന്നാണ്. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ആന യാ ഉമർ, ഇപ്പോഴാണ് ഉമറേ ശരിയായത്. എന്ത് ശരിയായത്? ഉമറേ, സ്വർഗത്തിന്റെ അവകാശിയോട് നബി പറയാം, ഉമറേ അവിടുത്തെ ഈമാൻ ഇപ്പോഴാണ് ശരിയായത്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ 6632 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരു ജീവിതം, ഈ ഒരു സ്നേഹം ജീവിതത്തിലുടനീളം യാഥാർത്ഥ്യവൽക്കരിച്ചവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സ്നേഹവും അനുസരണവും ബഹുമാനവും ആദരവും പിൻപറ്റലും ലോകത്തൊരു നേതാവിനും ലഭിച്ചിട്ടില്ലാത്ത പരിഗണന അല്ലാഹുവിന്റെ റസൂലിന് നൽകിയവരാണ് സ്വഹാബത്ത്. സ്വഹാബികളുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നാൽ ലക്ഷക്കണക്കിന് സ്വഹാബത്തിന്റെ ജീവിതം നബിയുമായി ബന്ധപ്പെട്ടത് എങ്ങനെയെന്ന് നമ്മൾ പരിശോധിച്ചാൽ സ്നേഹ ബഹുമാനങ്ങളും ആദരവുകളും പ്രകടിപ്പിക്കുന്ന ഒരു ജീവിതമാണ് അവരുടേത്. അത് ജാടയല്ല, പുറംപൂച്ചല്ല. ഒരു സ്വഹാബിക്ക് മുഹമ്മദ് നബിയോടുള്ള സ്നേഹം, ശരിക്കും ശ്രദ്ധിക്കണം, ഒരു സ്വഹാബിക്ക് മുഹമ്മദ് നബിയോടുള്ള സ്നേഹം റബീഉൽ അവ്വൽ 12 മാത്രം നോക്കി വരുന്ന ഒന്നല്ല. ഉറങ്ങണ്ടങ്ങള് ഉറങ്ങണ്ടോ? ഉറങ്ങരുത്. ശരിക്കും ശ്രദ്ധിക്കണം. നബി സ്നേഹം എന്ന് പറഞ്ഞാലേ റബീഉൽ അവ്വൽ മാത്രം നോക്കി വരുന്ന ഒന്നല്ല. 365 ദിവസവും ഉണ്ടാകേണ്ട ഒന്നാണ്. 24 മണിക്കൂറും ഉണ്ടാകേണ്ട ഒന്നാണ്. ശ്വാസനിശ്വാസങ്ങളിൽ നമ്മൾ പറയില്ലേ, ഉള്ളുക്ക് വലിക്കുമ്പോൾ പുറത്തൊക്കെ വിടുമ്പോഴും ഉണ്ടാകേണ്ട ഒന്നാണ്. ജീവിതത്തിൽ മുഴുവനും നിലനിൽക്കേണ്ട ഒന്നാണ് ഹുബ്ബുർ റസൂൽ. ജീവിതം മുഴുവനും ഉണ്ടാകേണ്ടതാണ്. ഞാനൊരു വാക്ക് മാത്രം പറഞ്ഞിട്ട് ഭാഗം ഒഴിവാക്കാം. മഹാനായ സ്വഹാബി, അവിടുത്തെ പ്രിയപ്പെട്ട മരുമകൻ, 4ാമത്തെ ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അർദ, അവിടുത്തോട് ചോദിക്കുകയാണ്, കൈഫ കാന ഹുബ്ബുകും ലിറസൂലില്ലാഹ്. നിങ്ങൾ പലതും കേട്ടിട്ടുണ്ടാവും, ശരിക്കും ശ്രദ്ധിക്കുക. കൈഫ കാന ഹുബ്ബുകും ലിറസൂലില്ലാഹ്, അലിയാർ തങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ റസൂലിനോടുള്ള ഹുബ്ബ്, സ്നേഹം എങ്ങനെയായിരുന്നു? ഫഖാല അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, കാന വല്ലാഹി, അല്ലാഹനെ തന്നെ ഞങ്ങളായിരുന്നു, അഹബ്ബു ഇലൈന മിൻ അംവാലിന വഔലാദിന വആബാഇന വഉമ്മഹാതിന വമിനൽ മാഇൽ ബാരിദി അലൽ ളമ.
മഹാനായ ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ശറഹ് സുന്നയിൽ ഉദ്ധരിച്ചാൽ അവിടത്തോടുള്ള ഞങ്ങളുടെ സ്നേഹം എങ്ങനെയായിരുന്നു എന്നറിയോ? ഞങ്ങളുടെ സ്വത്തിനേക്കാളും ഞങ്ങളുടെ സന്താനങ്ങളെക്കാളും ഞങ്ങളുടെ മാതാപിതാക്കളെക്കാളും ഞങ്ങളുടെ സർവസ്വത്തെക്കാളും എത്രത്തോളം വെച്ചാൽ വമിനൽ മാഇൽ ബാരിദി അലൽ ലമ, ശുദ്ധമായ തണുത്ത ദാഹജലത്തെക്കാളും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടത് അവിടുന്നായിരുന്നു. കുടിവെള്ളത്തെക്കാളും അവിടുന്ന് പ്രധാനമായിരുന്നു. ഇത് പറയുന്നത് മരുഭൂമിയിലുള്ള ഒരാളാണ്, അറേബ്യൻ മണ്ണിൽ ജീവിച്ച ഒരാളാണ്, വെള്ളത്തിന്റെ വില അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം പറയും ഞങ്ങൾക്ക് കുടിവെള്ളത്തെക്കാളും ദാഹജലം, മനുഷ്യന്റെ ജീവജലത്തെക്കാളും പ്രിയപ്പെട്ടവരായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് റബീഉൽ അവ്വലിന്റെ 1-ാമത്തെ ഡേറ്റ് വരണം, എന്നിട്ട് പള്ളിന്റെ മുറ്റത്ത് ഇതര മതക്കാരോട് തുലനപ്പെടുന്ന ചാണിന് ചാണ് മുഴത്തിന് മുഴമായി എല്ലാരും പറഞ്ഞു അത് നസാറാക്കളുടെ ആദത്താണ്, എന്നിട്ടും കൊണ്ടുവന്ന് ഫിറ്റിയാണ്. എന്താണ്? ഹുബ്ബുർ റസൂൽ. ഏത് അനിസ്ലാമികമായ സംഗതി നടക്കണത് തന്നെ അനിസ്ലാമിക, പിന്നെ വേറെ അതിന്റെ പുറമെ സ്നേഹത്തിന്റെ ഭാഗമായി വീണ്ടും അനിസ്ലാമികം. അങ്ങനെ ഈ 1-ാം തീയതി നോക്കി വരുന്ന ഒന്നല്ല ഹുബ്ബുർ റസൂൽ. 24 മണിക്കൂർ 365 ദിവസമാണ്. എത്ര വിഷയങ്ങൾ അറിയുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് അത്ഭുതപ്പെട്ടു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ വിശാലതകൾ പറയുന്ന സംഭവങ്ങൾ, 1.25 ലക്ഷത്തോളം വരുന്ന സ്വഹാബത്തിന്റെ സ്നേഹ ബഹുമാനങ്ങൾ, ആദരവുകൾ അനുയായികളാൽ, ഈ വാക്കുകളൊന്ന് ഓർത്തു വെക്കണേ, അനുയായികളാൽ ലോകത്ത് ഇങ്ങനെ സ്നേഹിക്കപ്പെട്ട വേറെ ഏത് നേതാവുണ്ട് പ്രിയമുള്ളവരെ? അല്ലാഹുവിന്റെ റസൂലിനെ പോലെ സ്നേഹിക്കപ്പെട്ട ഒരു നേതാവ് ഇല്ല. അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു. ഇപ്പോഴും നമ്മുടെ ആൾക്കാർ പലരും അബൂ സുഫിയാൻ എന്ന് കേൾക്കുമ്പോൾ തർളിയത്തൊല്ലൂല, കാരണം എപ്പോഴും പഴയ ജാഹിലിയത്തിൽ അബൂ സുഫിയാൻ ഓർമ്മ വരാ. നഊദു ബില്ലാഹ്. അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു മുസ്ലിം അല്ലാതിരുന്ന ഖുറൈശികളുടെ നേതാവായിരുന്ന കാലഘട്ടം. അദ്ദേഹം മുഹമ്മദ് നബിയെയും സ്വഹാബത്തിനെയും കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് എന്താ അറിയോ? അള്ളാന്റെ റസൂലിനെ കുറിച്ച് അദ്ദേഹം പറയാണ്, മാ റഅയ്തു മിനൻ നാസി അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദാ. മുഹമ്മദിന്റെ അനുയായികൾ അഥവാ സ്വഹാബ, അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന പോലെ ആരെങ്കിലും സ്നേഹിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. യാത്രക്കാരനായി അറേബ്യൻ മണ്ണ് വിട്ടിട്ട് സഞ്ചരിക്കുന്ന കച്ചവടക്കാരനായ അബൂ സുഫിയാന്റെ വർത്തമാനാണ്. പ്രിയമുള്ളവര്, ഇന്നും അങ്ങനെ ഒരു കൂട്ടരാരുള്ളെന്നറിയോ? ഈ ഉമ്മത്ത് മുസ്ലിം മാത്രമാണ്. അള്ളാന്റെ റസൂലിനെ സർവസ്വത്തെക്കാളും സ്നേഹിക്കുന്ന ഒരു വിഭാഗം അവര് മാത്രമാണ്. പക്ഷേ ആ സ്നേഹത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ സ്നേഹമായി തെറ്റിദ്ധരിക്കപ്പെട്ടൊരവസ്ഥ വിശേഷം ഉണ്ടായിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് അഹ്ലുസുന്നയുടെ സ്നേഹത്തിന്റെ ചില അലാമത്തുകൾ മാത്രം പറയുന്ന സന്ദർഭത്തിൽ വൈകിയ വേളയിൽ സ്നേഹത്തിന്റെ അടയാളങ്ങൾ, ഒരാൾക്ക് മുഹമ്മദ് നബിയോട് ഹുബ്ബുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള അടയാളങ്ങൾ ചിലത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഖുത്ബയിൽ പറഞ്ഞിരുന്നു. അദ്ദേഹത്തെ സമിഅന വതഅന ആമന്ന വസല്ലമ, ഇതിന് ഏറ്റവും അനുസരണം, പിൻപറ്റൽ. ഇനി അതിനപ്പുറത്തേക്ക് നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എനിക്ക് ഹുബ്ബുണ്ട് എന്ന് അറിയാനുള്ള ഒരു അടയാളം എന്താ? ഞാൻ എപ്പോഴും എന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവനാണോ എന്നതാണ്. ഏത് സ്വലാത്ത്? മുഹമ്മദ് നബി പഠിപ്പിച്ച സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് ചൊല്ലുന്നവൻ അല്ലാഹുവിന്റെ റസൂലിനോട് ഹുബ്ബുള്ളവനാണ്. പിന്നെയോ സലാം പറയൽ, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. എവിടുന്ന് പറഞ്ഞാലും അത് മുഹമ്മദ് നബിയിലേക്ക് എത്തിക്കാൻ സയ്യാഹീന, സഞ്ചരിക്കുന്ന മലക്കുകളുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തേക്ക് വസീല, ഫളീല എന്നിവ നബിക്ക് കിട്ടാനായി, മഖാമം മഹ്മൂദ നബിക്ക് കിട്ടാനായി, അശ്ശഫാഅത്തുൽ ഉളുമ അത് നടത്തുന്നത് മുഹമ്മദ് നബിയാണ്. അവിടത്തേക്ക് അത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യൽ, ഇതെല്ലാം അവിടത്തോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. നിരവധി കാര്യങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനുള്ള ആഗ്രഹമുണ്ടാകൽ. അവിടെ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ലോകത്ത് എന്റെ വാപ്പ ചെറുപ്പത്തിലെ മരിച്ചുപോയി നിൽക്കാം, നമുക്ക് ചിലപ്പോൾ ഫോട്ടോ അല്ലെങ്കിൽ പറഞ്ഞൊരു അടയാളമൊക്കെ കിട്ടിയേക്കും. എന്നാൽ
എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ വാപ്പനെക്കാളും ഉമ്മനെക്കാളും ഞാൻ എപ്പോഴും കാണാൻ കൊതിക്കുന്നൊരു മുഖമുണ്ടെങ്കിൽ അത് ആരുടേതാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. വളരെ ഗൗരവത്തിൽ നമ്മൾ കാണണം കുട്ടികളെ. മക്കളെ ശരിക്കും ഗൗരവത്തെ കാണും. നിങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ മക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഹുബ്ബ് നിങ്ങൾക്ക് അള്ളാഹുവിനോടാകണം, പിന്നെ മുഹമ്മദ് നബിയോടാകണം. അവിടത്തോളം വലിയ ഹുബ്ബ് നിങ്ങൾക്ക് ഒരാളോട് ഉണ്ടാകാൻ പാടില്ല. അന്ന് നിങ്ങൾ എല്ലാ ശിർക്കിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും ഹറാമുകളിൽ നിന്നും കഴിവിന്റെ പരമാവധികൾ മാറിക്കും. അല്ല, പൂർണ്ണമായിട്ട് നിങ്ങൾ മാറിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും അസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. اوصيكم واياي بتقوى الله. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കൽ അടിയാറുകളായ നമ്മുടെ മേൽ അള്ളാഹു നിർബന്ധമാക്കിയതാണ്. മാത്രമല്ല, ആ സ്നേഹം ഇബാദത്ത് കൂടിയാണ്. നബിയെ സ്നേഹിക്കുന്നിടത്ത് ഒരാൾക്ക് കിട്ടുന്നത് പ്രതിഫലമാണ്. എന്നാൽ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബിയെ സ്നേഹിക്കുക എന്നത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സലഫു സാലിഹീങ്ങളുടെ സച്ചരിതങ്ങളും അഥവാ അഹ്ലുസുന്ന വൽ ജമാഅ നമ്മെ പഠിപ്പിച്ചതാണ്. അത് അഖീദയിൽപ്പെട്ടതാണ്, നമ്മുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ്, അടിസ്ഥാന കാര്യങ്ങളിൽപ്പെട്ടതാണ്. എന്നാൽ നബിദിനാഘോഷം എന്നത് അഹ്ലുസുന്ന വൽ ജമാഅ പഠിപ്പിച്ച ഒന്നല്ല. കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജവാമിഉൽ കലിമിന് ഉദാഹരണമായി അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. അതെന്താ? മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. ഇമാം മുസ്ലിം 1718 നമ്പർ ഉദ്ധരിച്ച ഹദീസാണ്. ഒരാൾ ഒരു പ്രവൃത്തി ചെയ്തു, അതിന് നബി പറയാണ്, ആ പ്രവൃത്തിക്ക് നമ്മുടെ കൽപ്പനയില്ലെങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണ്. സുബ്ഹാനക യാ അലീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തള്ളേണ്ടുന്നതിൽപ്പെട്ടതാണ് നബിദിനാഘോഷം. കാരണം എന്താ? നബിദിനാഘോഷം എന്ന് പറയുന്ന നബിദിന ആചരണത്തിന്, നബിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിന് ദീനുൽ ഇസ്ലാമിൽ കൽപ്പനയില്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയില്ല. എന്നാൽ നബിയെ സ്നേഹിക്കണം, പിൻപറ്റണം, അനുസരിക്കണം എന്നതിൽ കിതാബിൽ കൽപ്പനയുണ്ട്, സുന്നത്തിൽ കൽപ്പനയുണ്ട്, അഹ്ലുസുന്ന വൽ ജമാഅ കൽപ്പിച്ചതാണ്. നബിദിനം കൽപ്പനയില്ല, നബി സ്നേഹം വാജിബാണ്, കൽപ്പിച്ചതാണ്. രണ്ടും വ്യത്യാസമുണ്ട്, മനസ്സിലാക്കണം. നോക്കൂ, നിങ്ങള് ഉത്തമ തലമുറ സ്വഹാബത്ത്, താബികൾ, തബൂലത്തുബായികൾ, അവർ നബിയെ സ്നേഹിച്ചു. എന്നാൽ അവരിൽ ഒരാൾ പോലും നബിദിനം ആഘോഷിച്ചിട്ടില്ല, അവരത് ചെയ്തില്ല. ഇമാം സഖാവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നൊരു വാചകമുണ്ട്, സീറത്തു നബവിയിൽ കാണാം, ഇന്ന അമലൽ മൗലിദി ഹദഥ. ഈ പറഞ്ഞ പരിപാടി അത് പുതിയതാണ്. ബഅദൽ ഖുറൂനി സലാസ, ഉത്തമരായ 3 തലമുറകൾക്ക് ശേഷം. സ്വഹാബത്തിന് ഇത് പരിചയമില്ല, താബികൾക്ക് പരിചയമില്ല, തബൂലത്തുബായികൾക്ക് പരിചയമില്ല, അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങളായ അയിമ്മത്തുകൾക്ക് പോലും പരിചയമില്ല. പുത്തനാണ്. അവിടെ നിന്ന് ആലോചിച്ചൊക്കെ, 3 നൂറ്റാണ്ടിലെ ഉത്തമരായ ആളുകൾക്ക് അറിയില്ല. പിന്നെ ഇത് കൊണ്ടുവന്നതാരാ? കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞിരുന്നു, അത് ഷിയഈകളാണ്, അഹ്ലുസുന്നയല്ല, ഷിയഈകളാണ്. സ്വഹാബത്തിനെ കാഫിറാക്കുന്ന തീവ്ര വിഭാഗമായ റാഫിളികളാണ് അത് കൊണ്ടുവന്നത്. റാഫിളികൾ. അവിടെ നമ്മൾ വീണ്ടും നബിയെ കുറിച്ച് പഠിക്കണം, നബിയുടെ വാക്ക് പഠിക്കണത്, മൻ അഹ്ദഥ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. നമ്മുടെ ഈ കാര്യത്തിലില്ലാത്തത് നിർമ്മിച്ചാൽ അത് സ്വീകാര്യമല്ല, തള്ളപ്പെടേണ്ടതാണ്. നോക്കൂ, നബിയെ സ്നേഹിക്കണം, അതുള്ളതാണ്, വാജിബാണ്. എന്നാൽ നബിയുടെ ജന്മദിന ആഘോഷം അതില്ലാത്തതാണ്, തള്ളപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് അഹ്ലുസുന്ന വൽ ജമാഅ തള്ളിയത്. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അവിടുന്ന് പറയാണ്, ഇത്തബിഉ വലാ തബ്തദിഉ. നിങ്ങൾ പിൻപറ്റുക, അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ പിൻപറ്റുക. ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ആധാറുകൾ പിൻപറ്റുക. ഒരിക്കലും വലാ തബ്തദിഉ, നിങ്ങൾ എന്ത് ചെയ്യരുത്? പുതിയതുണ്ടാക്കരുത്. ഫഖദ് കുഫീതും വകുല്ലു ബിദ്അത്തിൻ ളലാല. എന്താണോ നബി കൊണ്ടുവന്നത് അത് മതി, എല്ലാ ബിദ്അത്തും ളലാലത്താണെന്ന്. അപ്പൊ ഒരു ചോദ്യം വരും,
ആളുകൾ പറയും സാധാരണ നാട്ടിൽ കേൾക്കും നല്ലതല്ലേ നല്ലതല്ലേ. ശരിക്കും ആലോചിച്ച് നിങ്ങള് നല്ലതാണോ? അല്ല, നല്ലതല്ല. സന്തോഷിക്കുന്നത് നല്ലതല്ലേ? മദ്ഹ് പറയുന്നത് നല്ലതല്ലേ? ചരിത്രം പറയുന്നത് നല്ലതല്ലേ? മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടുന്നത് നല്ലതല്ലേ? ഭക്ഷണം നൽകുന്നത് നല്ലതല്ലേ? പ്രിയമുള്ളവരെ, നല്ലതല്ലേ എന്നാണ്, അതൊക്കെ നല്ലതല്ലേ എന്നാണ്. എന്നാൽ അത്തരം ആളുകളോട് മഹാനായ മുത്തബിഉ സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ അവിടെ നൽകിയൊരു വാക്ക് മാത്രമേ എനിക്ക് പറയുള്ളൂ. ഇമാം ദാരിമി അദ്ദേഹത്തിന്റെ സുന്നത്തിൽ ഉദ്ധരിക്കുന്ന ഹദീസ് എന്താ അറിയോ? കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ്, വഴികേടാണ്. വഇൻ റആഹ അന്നാസു ഹസന, ആളുകൾക്കത് നല്ലതായി തോന്നിയാലും ശരി, ആളുകൾക്കത് നല്ലതായി തോന്നിയാലും ശരി, എല്ലാ ബിദ്അത്തും വഴികേടാണ്. വഴികേടുകൾ മുഴുവൻ നരകത്തിലേക്കാണ്. അപ്പൊ എന്താ മനസ്സിലാകുന്നത്? നബിദിനാഘോഷം വ്യക്തമായ ബിദ്അത്താണ്, പുതിയതാണ്. എന്നാൽ നബിയെ സ്നേഹിക്കുക എന്നത്, നബിയെ അനുസരിക്കുക എന്നത്, നബിയെ പിൻപറ്റുക എന്നത് അള്ളാഹുവിന്റെ ദീൻ കൽപ്പിച്ചതാണ്, നിർബന്ധമായി മുറുകെ പിടിക്കേണ്ടതാണ്. അല്ലാഹു തആല നമുക്ക് തന്നെ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല ശിർക്കിൽ നിന്നും ബിദ്അത്തുകളിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു എല്ലാവിധ പരീക്ഷണങ്ങളും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ദീൻ അത് മുറുകെ പിടിച്ച് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.